പൊന്നാര സുന്നാക്ക ചേനത്തലേന്ന് തെരഞ്ഞിട്ടേ ആകെ സ്വീപ്പായി വെണ്ണ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നേ. കൈ കിട്ടുന്നതല്ല, അത് അയാളെ പിടിക്കാതെ ഒരു രക്ഷയില്ല. അയാളെ പിടിക്കാൻ നടക്കൂല. വണ്ടിയിൽ എണ്ണ അടിക്കണം. സാധനം കഴിഞ്ഞുകൊണ്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോ എണ്ണ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തെരഞ്ഞു തെരഞ്ഞിട്ട് നടക്കുന്നത് എത്ര ദിവസമായി നടക്കണു? കടയിലൊന്ന് കയറി വെക്ക. സർഫേ വിവരം? കച്ചവടം ഉണ്ടോ? കച്ചവടം കുഴപ്പമില്ല മുതലാളി, കുഴപ്പമില്ല. അല്ല നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യം തെരഞ്ഞിട്ട് എണ്ണ കഴിഞ്ഞു. കിട്ടിയില്ല. എവിടുന്ന് കിട്ടണ ഈ പഹൻ? എവിടേക്കായി കഴിച്ചിലാവണെന്ന് ഒരു പുടിയില്ല. നിങ്ങളെന്തായാലും ഞാൻ ഏൽപ്പിച്ചു പോയതുകൊണ്ട് ഞാൻ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഉഷാറായി കച്ചവടമൊക്കെ ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. കച്ചവടം എവിടെയെങ്കാ ഇതിലെ പൈസ? പൈസ ഒരു 900 ചില്ലാന കമ്മി ഉണ്ടല്ലോ. അത് മുതലാളി, പിന്നെ ഒരു ആള് വന്നിരുന്നു കോഴിക്ക്. ആള് ഗൂഗിൾ പേ ചെയ്തപ്പോ ഗൂഗിൾ പേ വർക്ക് ആവണില്ല. അപ്പൊ ആള് പറഞ്ഞു പിന്നെ കോഴി കൊണ്ടുപോകണില്ല പറഞ്ഞു. അപ്പൊ നമ്മള് കോഴി വെട്ടിയല്ലേ, അപ്പൊ അതിനെ കൊടുക്കും ചെയ്തു. ആള് പോയി. ആളെന്തായാലും വരും. നല്ല മനുഷ്യൻ. ഒരു പിന്നെ മുതലാളി വരുമ്പത്തിന് വരാറുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു 6 മണിക്ക്. എന്താണ് ജി പറയണത്? ഒരു ചങ്ങായി വന്നപ്പോ കോഴി കൊടുത്തുന്നോ? കോഴി കൊടുത്തു. എന്നിട്ട് പൈസ ആള് ഗൂഗിൾ പേ ചെയ്ത് ഒരു പൈസ ഇല്ല. ഗൂഗിൾ പേ ചെയ്തു. ആൾക്ക് ഗൂഗിൾ പേ വർക്ക് ആവണില്ല. അതിലിപ്പോ എന്ത് ചെയ്യണു? കോഴി കൊടുക്കണ്ടേ? ഇനി അതിനല്ലേ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കണത്? എടാ കുട്ടി, കോഴി കൊടുക്കാനാണ് ഏൽപ്പിച്ചിരിക്കണത്. പക്ഷെ വെറുതെ ഇങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാനല്ല ഏൽപ്പിച്ചിരിക്കണത്. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ നോക്കാണി. നിങ്ങൾക്ക് ഇത് അല്ലല്ല നിങ്ങൾക്ക് ഇനി വിശ്വാസം അല്ലെങ്കിലേ ഞാൻ പോവാണ്. കാരണം ഞാൻ അറിയൊന്നുമില്ല കാക്കുവോ. പിന്നെ എന്താ കാക്കു, ഞാൻ ഒരു പുതിയ കസ്റ്റമർ വരുമ്പോ ഞമ്മക്ക് കച്ചവടല്ലേ വേണ്ടത്. അയാള് വാങ്ങിയാൽ കോഴിയുടെ വെച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു, നമ്മളൊരു വിശ്വാസം കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അവിടെ ഗൂഗിൾ പേ വർക്കാത്തോണ്ടല്ലേ. എന്ത് പണിയാ നിക്കി നിങ്ങൾക്ക് ഇനി വിശ്വാസം അല്ലെങ്കിൽ, നിങ്ങൾ ഇന്ന വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ CCTV വെച്ചിരിക്കണത്. നോക്കിക്കോളി, ചെക്ക് ചെയ്തോളി. അപ്പൊ വിശ്വാസം വിശ്വാസമല്ലാന്ന് ഇപ്പൊ എപ്പോഴാ പറഞ്ഞത്? വിശ്വാസത്തിന്റെ കേടല്ലത്. ഇത് തെങ്ങിന്റെ ഓട്ടിലുള്ള ചമ്മലെല്ലാം കൊടുക്കണത്. ഞാൻ ഇവിടെ വാങ്ങിയച്ച കാശ് കൊടുത്തു കൊടുന്ന കോഴി അഞ്ച് വെട്ടിക്കൊടുത്തു. കായില്ല എന്ന് പറയാം. കോഴി മാത്രല്ല മുടുക്കിയും കൊടുത്തു. മുടുക്കിയും കൊടുത്തു. CCTV നോക്കാൻ എന്തൊരു നോക്കി മൂപ്പര് പറഞ്ഞമാര് നോക്കി CCTV നോക്കി. ഞാൻ പൈസന്റെ പോക്കറ്റ് കേട്ടില്ല. ആയിക്കോട്ടെ, ഈ ചെങ്ങായിനക്ക് അറിയോ? വല്ല വിവരം ഉണ്ടോ? അറിയില്ല. പക്ഷെ അയാളെ കണ്ട നല്ല മാന്യന, വിശ്വസ്തനാണ് അയാളെ. CCTV നോക്കാം. അല്ലാതെ തന്നെ ഒരാള് കോയിനാണ്ട് എടുത്തു കൊടുക്കല. അല്ലെന്നാ പിന്നെ കോഴി ഇങ്ങനെ ചൂടത്ത് ചത്ത് പോയിക്കോളും. നോക്കി അല്ലെങ്കിൽ CCTV നിങ്ങൾ മൊബൈൽ എടുക്കും. പിന്നെന്താ നിങ്ങൾ ഇന്നെ ചെക്ക് ചെയ്തോളി. ഞാൻ പൈസ എടുത്തുക്കണോന്നുള്ളത് എടുത്തു. പിന്നെന്താ നോക്കട്ടെ തന്നെ പിരാന്ത് പിടിച്ചിട്ട് കയറി വന്നത്. മേശ തുറന്നോ കാശില്ലാതെ കണ്ണി കണ്ടോൾക്ക് എടുത്തു കൊടുക്കും. പോത്തേജ് കുറ്റം പറഞ്ഞ ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞ ഇങ്ങടാക്കി. അല്ല സർഫേ, ഇയാളെന്നെ മുതലാളി അറിയില്ലേ? ഇയാളെന്നെ നല്ല നോക്കി കൊടുത്ത മുതലിനെ നോക്കി പറ്റിച്ചല്ലോ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി എന്നെ പാടണ്ടല്ലോ. മണീന്റെ പാട്ട് ഇഷ്ടല്ലേ? ഞാനും മണീന്റെ ഒരു ആരാധകനാ. മണിച്ചേട്ടനൊക്കെ പെരുത്ത ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പോയി വെട്ടുകൊണ്ടിരിക്കും, പാടിക്കൊണ്ടിരിക്കും. ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, ആരാരുമാവാത്ത കാലത്തു ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. പൊന്നു ചേട്ടാ എന്നെ മറന്നോ ചേട്ടാ, എന്റെ പൊന്നേട്ടാ ഇനി മറന്നോ ചേട്ടാ. അമ്മാക്ക് പാടണൊക്കെ ഉണ്ടല്ലോ. സിനിമയിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ? അതൊന്നും ഞമ്മക്ക് നടക്കൂല. കോഴി ഹോട്ടലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. എന്നാലും മണീനേക്കാളും കളറും ഉണ്ട്, സാധ്യത ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പാട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വിട്ടാൽ ലൈവ് വിട്ടാൽ മതി. നടക്കൂലാക്കോ, നമ്മക്ക് അതിനൊന്നും ഒഴിവില്ല.
നമ്മള് നമുക്ക് ഈ ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അല്ല നമ്മളെ സ്വപ്നങ്ങൾ അപ്പൊ നമ്മളെ കോയിന്റെ വില എത്രയായി? 755 റുപ്യ. 755 അല്ലേ? ഗൂഗിൾ പേ? ആ ഗൂഗിൾ പേ. ഇതാ ഇത് കാണിച്ച് ചെയ്തോളൂ. 755 അല്ലേ? 755 സ്കാൻ ആവണല്ലോ ഇതിപ്പോ. എന്താ പറ്റി? ഇന്ന് പരിധി കഴിഞ്ഞു. അതാ ഇന്ന് അത്രമാത്രം ഞാൻ കൊടുത്തുപോയി. നിങ്ങളൊന്നും ചെയ്ത് നോക്കണേ. ഇപ്പൊ ചെയ്തിട്ട് കാര്യമില്ല കുട്ടി. ഇതെന്തോ ഒരു പ്രശ്നം. ഇതിപ്പോ എന്താ പറയാ, അതിന്റെ പരിധി കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യും, ലിക്വിഡ് ക്യാഷ് കയ്യിലും ഇല്ല, തൽക്കാലം ഇത് ഇവിടെ വെക്ക്. അയ്യോ അപ്പൊ അത് അല്ല അത് വേണ്ട നിങ്ങള്. അല്ലല്ല അല്ലേ അല്ലല്ല ഈ ഉടച്ചോ. അല്ല പ്രശ്നമല്ല. നിങ്ങൾ എവിടെ വീട് എവിടെയാണ്? ഞാനിവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയ്യോ ഞങ്ങളെ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ആ ജൂബിലി റോഡിലെ ഫ്ലാറ്റിലാണ്. നിങ്ങളെന്നാ മുതലാളി വരുമ്പത്തിന് വരുമോ? മുതലാളി എത്ര മണിക്ക് വരുമോ? മുതലാളി ഒരു കുറച്ചു നേരമായി പോയിട്ട് ഇപ്പൊ തന്നെ വരും. അതെ, അല്ലെങ്കിൽ നിങ്ങൾ കട അടക്കേണ്ട മുമ്പ് വന്നാലും മതി. എന്നാ ഈ ഒരു കാര്യം, എന്റെ ഫോൺ ഇവിടെ വെച്ചോ. അതൊന്നും വേണ്ട. ഒരു വിശ്വാസത്തിന് വേണ്ട അതൊന്നും വേണ്ട. നിങ്ങളൊരു വിശ്വാസം മതി. നിങ്ങളെ കണ്ടാത്തന്നെ നമുക്കൊരു വിശ്വാസം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? നിങ്ങൾ 6 മണിന്റെ മുമ്പ് വരണം. 6 മണിന്റെ മുമ്പ് ഞാൻ വരും. കട അടക്കേണ്ട കേട്ടില്ലേ? വരാന്ന് പറഞ്ഞിട്ട് നിങ്ങള് വരാതിരുന്നാല് ഇന്റെ മുതലാളിന്റെ പരാതി തീരൂല. അല്ല ഇവിടെ മറ്റേ കാടമുട്ടുണ്ടോ? കാടമുട്ടല്ല, കോഴിമുട്ട ഉണ്ട്. വേണോ? എന്നാ ഒരു കുറച്ച് കോഴിമുട്ട എടുത്തോ. എത്ര വേണ്ടേ? ഒരു 2 ഡോസ് എടുത്തോ. 2 ഡോസ് അല്ലേ? ഞാൻ പറയണത് വെറുതെ അല്ല കേട്ടോ. എൻ്റെ ആ കളറും പാടാനുള്ള കഴിവും ഒക്കെ വെച്ചിട്ട് അനക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട്. കലാഭവൻ മറ്റേ ഓട്ടോറിക്ഷ ഡ്രൈവറല്ലേ ആയിരുന്നു. ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു. അല്ല എന്താണ്, നിങ്ങൾ നാവെന്നാലും പൊന്നാവട്ടെ. കേട്ടില്ലേ? അപ്പൊ ഇതും കൂടി കൂട്ടിക്കാം. ഇതാ നിന്റെ വക. നമുക്കൊരു മസാല. എന്നാ ഒരു 4 മസാല ആയിക്കോട്ടെ. അത് എന്റെ വക കേട്ടില്ലേ? എന്റെ വക കേട്ടില്ലേ? ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ 6 മണിക്ക് 6 മണിന്റെ മുമ്പ് 6 മണിന് മുമ്പ് ഞാൻ വരും. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ വെയിൽ വേണം. എന്താ പറ്റി ഓട്ടോറിക്ഷയ്ക്ക് പോകാനാണ്. ചേഞ്ച് എന്തുണ്ടോ കയ്യില്? ഞാൻ തരാം. ഒരു 100 റുപ്യ മതിയോ? 100 വന്നേക്ക്. അപ്പോ 755ഉം 100ഉം പിന്നെ മുടുകന്റെയും കട്ടില ഒക്കെ പാടെ കൂട്ടിയിരുന്ന 1000 റുപ്യ ആയിട്ടുണ്ട്. വരുമ്പോ വരും കേട്ടോ. ഓക്കെ എന്നാ ശരി കേട്ടോ. ഓക്കെ ഇവിടെ കാത്തിക്ക്. ഓക്കെ ഞാൻ വേഗം വരും. എടാ ചെങ്ങായി, ഇയാൾക്ക് കൊടുത്ത് വല്ലാത്തൊരടങ്ങാറായാലും ഇയാൾ തന്നെ ഞങ്ങൾ നടക്കണേ. ഞാൻ വണ്ടിന്റെ എണ്ണ ഫുള്ളും കഴിഞ്ഞു. ഇയാൾ തന്നെ ഏതെങ്ങായി ഈ മനുഷ്യനെ തന്നിട്ട് ഞങ്ങള് നടക്കണേ. അപ്പൊ ഈ മനുഷ്യനെ നടന്നിട്ട് ഇയാളാണെന്ന് ഇങ്ങോട്ട് പറയണ്ട. ഈ ചങ്ങായിപ്പന്റെ കടയിൽ വന്നിട്ട് ഈ പണി മുഴുവൻ ചെയ്തു. ഈ കോലത്തിൽ ഓന്റെ പെരയില് കരുവില്ലേ? അന്നൊക്കെ വിശ്വസിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ട് എന്താ സുന്നാക്കത്തിന് കാട്ടേണ്ടത്? എന്താ പറയാ? അല്ല ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓനൊന്നും അറിയില്ലല്ലോ ഈ പറ്റിക്കണ കാക്കണമെന്നില്ലേ. ഒരു കാര്യം, ഒരു കാര്യമല്ല. അന്നത്തെ ശമ്പളം ഉണ്ടാവില്ല എനിക്ക് 1000 റുപ്യ. അതൊന്ന് പ്രതീക്ഷിക്കണ്ട ചേട്ടാ. ചെയ്തു ഇതൊന്നും കാണിച്ചെന്നില്ലേ? പിടിച്ചാ പോരെ? അങ്ങനെ കാണിച്ചാൽ മതി. വൈകുന്നേരം വരുന്ന സമയത്ത് ഞാൻ പൈസ കൊടുക്കണം വരുന്നോട്ട്. ഇയാളെ കുടിച്ചാ പോരാ. ഇയാൾ തെരഞ്ഞെടുക്കൽ 2 ആഴ്ച ഒന്ന് പറഞ്ഞു. ഇയാളെ തെരഞ്ഞെടുപ്പ് നടക്കണല്ലേ? പിന്നെ ആരുടെ തെരഞ്ഞെടുപ്പ് നടക്കണം? ഒന്നാര സുന്നാക്ക, നിങ്ങളിന്റെ ബൈത്താല കൂടിയിട്ട് എന്റെ കൊറേ പൈസ പോയി. ഇപ്പൊ ഈ ജഡ്ജാര് ഓനിന്റെ കാശ് കളഞ്ഞു. ഇന്റെ പോയി എന്റെ കടി കയറി കയറ്റാ വർത്താനം കിട്ടില്ല എനിക്ക്. ഇത് ഇന്നത്തോടു കൂടി എന്നും പറയണ മാതിരല്ല. ഇന്ന് അയാൾ അവസാനം എടുത്തിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. നോക്കട്ടോ. അങ്ങോട്ട് പൂട്ടിച്ചാല് ഇന്ന് അയാളിന്റെ കടയില് നാളെ എന്റെ പെരി കയറാനെന്താ മടിക്കൂല ആള്. അയാളെ കിട്ടിയ തന്നെ. അയാളെ കുറിച്ച് കേട്ടപ്പോ നിങ്ങളെ വണ്ടിയിലത്തെ എണ്ണയും കഴിയും, നിങ്ങളെ ടയറും ചെയ്യുന്നല്ലാതെ ഒരു രക്ഷയില്ല.